പാഠം 136. ഒരു പേരിൽ എന്തിരിക്കുന്നു? ഹലോ, അതെ സത്യഭാമയാണ്. ആ അമ്മായി, എന്തുണ്ട് വിശേഷം? ഓ, എപ്പോ? എന്തുകൊണ്ടിയാ? ആണോ? ഓ, ഒരു കാര്യം ചെയ്യാം, അടുത്ത ഞായറാഴ്ച ഞാൻ മോനോട് വരാം. ആയിക്കോട്ടെ. പേരോ? അയ്യോ, ഞാനോ? ശരി, നോക്കട്ടെ. ആ പാർവതിയുടെ എന്റെ അന്വേഷണം പറയണം. ശരി. മോഹനേട്ടാ, മോഹനേട്ടാ, ഒരു വിശേഷം പറഞ്ഞോ? സുമതിയമ്മയുടെ മോള് പാർവതി പ്രസവിച്ചു. ആൺകുട്ടിയാ. കുട്ടിയെ കാണാൻ ചെല്ലുന്നില്ലെന്ന് ചോദിച്ചു. അടുത്ത ഞായറാഴ്ച വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോവാം. അതിനെന്താ, പോവാം. ആ, പാർവതിയുടെ കുട്ടിക്ക് നല്ലൊരു പേര് കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് അമ്മായി പറഞ്ഞു. മോഹനേട്ടന്റെ മനസ്സിൽ നല്ല പേര് വല്ലതും ഉണ്ടോ? പിന്നെ താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ അവൻ എന്നെയല്ലേ വിളിച്ചത്. മോഹനകൃഷ്ണ, മോഹനകൃഷ്ണ, ഒരു നല്ല പേര് കുട്ടിക്ക് വേണമല്ലോ എന്നും പറഞ്ഞു. അതൊരു പെൺകുട്ടിയായിരുന്നു. സഹദേവൻ ചോദിച്ച നിമിഷം ഞാനൊരു പേര് പറഞ്ഞു കൊടുത്തു, പാഞ്ചാലി. എങ്ങനെയുണ്ട്? എന്നിട്ട് സഹദേവൻ കുട്ടിക്ക് ആ പേരിട്ടോ? അവൻ ആ പേര് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട് കാണൂല മോഹനേട്ടാ. ഇക്കാലത്ത് ഒരു പെങ്കൊച്ചിന് ഒരു കല്യാണം നടത്താൻ തന്നെ പാടാണ്. അപ്പൊ ഈ റിസ്ക് ഉള്ള പേരൊക്കെ ഇട്ട് സ്വയം കുടിയെ ചാടണ്ടാന്ന് സഹദേവൻ വിചാരിച്ചു കാണും. ഇതിപ്പോ പാർവതിക്ക് ആൺകുട്ടിയല്ലേ? ആൺകുട്ടിക്കാവുമ്പോ ഒരു നല്ല പേര്. ഒരു പേര് പറയാം, നീലാണ്ടൻ. നീലകണ്ഠൻ. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ നീല നിറത്തുള്ള കണ്ഠത്തോട് കൂടിയവൻ ആരോ അവൻ. ബഹുബ്രീഹിയാണ് സമാസം, സാക്ഷാൽ പരമശിവൻ. ബെസ്റ്റ് പേരല്ലേ? അതെ, പക്ഷെ ഒരു കുഴപ്പമുണ്ട് മോനേട്ടാ. കുട്ടിയുടെ അമ്മയുടെ പേര് പാർവതി എന്നാണ്. പാർവതിയുടെ മകന് പരമശിവൻ എന്ന് പേരിടുന്നത് ശരിയാണോ? പാർവതിയുടെ മകനോ? പിന്നെ പ്രശ്നം ഗണപതി, സാക്ഷാൽ വിഘ്നേശ്വരല്ലേ? എന്റെ സ്വാമിയെ, ഇങ്ങനെ ആരാണ് വില്ലേജ് ഓഫീസറാക്കിയത്? മോനേട്ടാ, ഇത് 2013 ആണ്ടാണ്. ഇപ്പോഴുണ്ടാവുന്ന കുട്ടികൾക്ക് ഇപ്പോഴത്തെ പേരിടണം. ഈ ദൈവങ്ങളുടെ പേരിടുന്നത് പണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്ന ദൈവങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അപ്പോ പണ്ടത്തെ മനുഷ്യരുടെ പേര് തന്നെ ഇപ്പോഴുള്ള മനുഷ്യർക്ക് കിട്ടാ പോരെ? ഇങ്ങനെ പഴഞ്ചനാവല്ലേ. ഇപ്പോഴത്തെ സ്റ്റൈലിനനുസരിച്ച് പേരിട്ടില്ലെങ്കിൽ അത് കുട്ടികൾക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ഇപ്പോഴുണ്ടാവുന്ന ഒരു കുട്ടിക്ക് വിഷ്ണു ദുഗ്ധൻ എന്ന് പേരിട്ടു എന്ന് കരുതുക. ആ കുട്ടിയെ സ്കൂളിൽ ചെല്ലുമ്പോ കൂട്ടുകാർ കളിയാക്കൂലേ? പുതിയ കാലത്ത് പുതിയ പേരായിരിക്കണം. നീ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. ഏതെങ്കിലും 2 or 3 അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് എന്തെങ്കിലും ഒരു പേരെങ്കിലും, യാതൊരു അർത്ഥവുമില്ലാത്തൊരു പേര്. ഷാജി, ബിജു, ബിനു, അനി, അനു, അങ്ങനെ എന്തെങ്കിലും. പേര് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. പേര് നന്നായിരുന്നാൽ പകുതി നന്നായി എന്നാണ്. ഇത് മോഹനേട്ടന്റെ വിവരക്കേട്. ഒരു കുട്ടി ഉണ്ടാവുന്ന നേരത്ത് അച്ഛനും അമ്മയും ഇടുന്നതാണ് പേര്. പക്ഷെ വളർന്നു വരുമ്പോ ആ ആളുടെ സ്വഭാവവും അറിവും വിദ്യാഭ്യാസവും ഒക്കെ വെച്ചാണ് ആ ആളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. പേരിന് ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രസക്തിയില്ല. തിരിച്ചറിയാനൊരു മാർഗം, അത്രയുള്ളൂ. ഒരു പേരിൽ എന്തിരിക്കുന്നുവെന്ന് വില്യം ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാം ശരിയാണൊന്നുമില്ല. പേരുകൾക്ക് അർത്ഥം വേണം. നമ്മുടെ നാടിന്റെയും പാരമ്പര്യത്തിന്റെയും ഗന്ധം വേണം. അതല്ലാതെ അക്ഷരങ്ങൾ കൂട്ടിവെച്ച ഒരു കസർത്തല്ല പേര്. ചുരുക്കി പറഞ്ഞാൽ, ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ അവൻ ഭാവിയിൽ ആരാകും, എന്താകും എന്നൊക്കെ കണക്കുകൂട്ടി അവന്റെ സ്വഭാവത്തിനും രൂപത്തിനും തൊഴിലിനുമൊക്കെ പറ്റുന്ന പേരുകൾ മുൻകൂട്ടി കണ്ടറിഞ്ഞിടണം. അത് നടക്കുമോ? നടക്കും. പക്ഷേ അത് നടക്കണമെങ്കിൽ പേരിടുന്ന അച്ഛനും അമ്മയ്ക്കും വിവരം വേണം. വിവരം. നിന്റെ അച്ഛനും അമ്മയ്ക്കും അതില്ലായിരുന്നു. അല്ലെങ്കിൽ കോടതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പച്ചക്കള്ളം മാത്രം പറയുന്ന നിനക്ക് സത്യമാണെന്ന് പേരിനോടി. നിനക്ക് 2 പേര് സൂർപ്പണകയെന്നോ മന്ധരയെന്നോ ആയിരുന്നു. പക്ഷേ നോക്കൂ, എന്റെ പേര് മോഹനകൃഷ്ണൻ. നല്ല പേര്. അയ്യോ,
ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭഗവാൻ കൃഷ്ണൻ ബുദ്ധിമാനായിരുന്നു, വിവേകശാലിയുമായിരുന്നു. അതേ ഭഗവാന്റെ പേര് യാതൊരു ബോധവുമില്ലാത്ത ഈ മാന്യന്. ഭഗവാൻ കൃഷ്ണൻ രാജാവായിരുന്നു, വില്ലേജ് ഓഫീസർ ആയിരുന്നില്ല. എന്തായാലും ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. എനിക്ക് കാപ്പി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ആ, ഭഗവാൻ കൃഷ്ണന്റെ കാലത്ത് കാപ്പി കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കാപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കത് മതി. ഓ, ആയിക്കോട്ടെ. മനോജ് സാറേ, ഞാൻ സാറിനെ കാണാൻ വരാൻ തുടങ്ങിയായിരുന്നു. ഒരു അത്യാവശ്യ കാര്യമുണ്ട് സാറേ. എന്താ ദിവസം? ഇന്നലെ വൈകുന്നേരം നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ കടയുടെ മുമ്പിൽ വെച്ച് ഒരു കശപിശ ഉണ്ടായി. നമ്മുടെ ലൈൻമാൻ കേശവൻകുട്ടിയും തെക്കയിലെ കുര്യാക്കോസും തമ്മിലായിരുന്നു. ഈ വഴക്കിന്റെ കാര്യം പുറത്തു പറയാൻ പറ്റാത്ത കേസാണ്. ഈ കുര്യാക്കോസിന്റെ ഭാര്യയായിട്ട് കേശവൻകുട്ടിക്ക് ചെറിയ ഇടപാടുണ്ട്. അയ്യേ, എന്തോന്നാ അയ്യേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് സാറേ. ആ, കുര്യാക്കോസും കേശവൻകുട്ടി തമ്മിലുള്ള വഴക്ക് മൂത്തപ്പോ കേശവൻകുട്ടി കുര്യാക്കോസിനിട്ടൊന്ന് കൊടുത്തു. അവന് ഇത്തിരി വെള്ളവുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞും ഈ കുര്യാക്കോസ് കൊണ്ടുവന്ന് കേശം കൊടുത്തു. കേശവൻകുട്ടി പാതിരാത്രി പോലീസ് വന്ന് വീട്ടിൽ കയറി പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതിനിപ്പോ ഉത്തമന് എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. പോലീസ് കേസിൽ വില്ലേജ് ഓഫീസർക്ക് എന്ത് കാര്യം? അല്ല, പോലീസ് കേസിൽ വില്ലേജ് ഓഫീസർക്ക് കാര്യമില്ല. പക്ഷെ കേശവൻകുട്ടി രാവിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ കരമടച്ച രസീത് വേണം. കുന്നുമറത്ത് ഗംഗാധര ജാമ്യം നിൽക്കാൻ റെഡിയാണ്, പക്ഷെ കരമടച്ച രസീതില്ല. സാറൊന്ന് ഗംഗാധരന്റെ പേരുള്ള വസ്തുവിന്റെ കരമടച്ചൊന്ന് രസീത് തരണം. ചുരുക്കി പറഞ്ഞാൽ ഉത്തമൻ കേശവൻകുട്ടിയെ ജാമ്യത്തിൽ ഇറക്കാൻ പോവുകയാണ്. കേശവൻകുട്ടി ചെയ്ത തെറ്റ് എന്താണ്? അല്ല, അത് ഞാൻ സാറിനോട് പറഞ്ഞല്ലോ. ഞാൻ പറയാം. തെക്കയിലെ കുര്യാക്കോസിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം 1. അത് ചോദിക്കാൻ ചെന്ന കുര്യാക്കോസുമായി വഴക്ക് 2. തദവസരത്തിൽ കേശവൻകുട്ടി നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു 3. സ്വന്തം ഭാര്യയുടെ കാര്യം ചോദിക്കാൻ ചെന്ന കുര്യാക്കോസിനെ കേശവൻകുട്ടി തല്ലി 4. ചുരുക്കി പറഞ്ഞാൽ മാന്യനായൊരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഈ കേശവൻകുട്ടി എന്ന അധമൻ ചെയ്തു കഴിഞ്ഞു. അല്ല സാർ, ഒരു പ്രശ്നം ഉണ്ടാകും. ഇത്രയൊക്കെ ചെയ്ത കേശവൻകുട്ടിയെ ജാമ്യത്തിൽ ഇറക്കാൻ പോവുകയാണ് ഉത്തമൻ. അതെ. നിന്റെ പേരെന്താ? എന്റെ പേര് സാറിന് അറിയാലോ, ഉത്തമൻ. ഉത്തമൻ. ഉത്തമൻ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തമനേ അല്ലാത്ത നിനക്കറിയാമോ? നിനക്കാരെ പേരിട്ടത്? അല്ല, അതിപ്പം സ്വാഭാവികമായിട്ടും അച്ഛനായിരിക്കും. നിന്നെപ്പോലൊരാൾക്ക് ഉത്തമൻ എന്ന് പേരിട്ട നിന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിക്കാത്തത് അദ്ദേഹത്തിന്റെ ഭാഗ്യം. ഇങ്ങനെയാണ് ഒരാൾക്ക് പേരിടുന്നത്? വിവരദോഷി. അല്ല സാറേ, മറ്റേ കരമടച്ച രസീത് ഇന്ന് വില്ലേജ് ഓഫീസിൽ കരമെടുക്കുന്നില്ല. കേശവൻകുട്ടി ഒരു ദിവസം സബ് ജയിലിൽ കിടന്നോട്ടെ. അല്ല സാറേ, അത് സാറേ അഹങ്കാരി. ഇയാൾക്ക് ഇതെന്തോന്ന് പറ്റിയത്? കാര്യം നിസ്സാരം.